ഏത് സ്വപ്നയുടെ ഇത്? നിന്റെ പുന്നാര പെങ്ങള് പെങ്ങളെ അവന്റെ കൂടെ കൊഴഞ്ഞാടാൻ വിടുമ്പോ ആലോചിക്കണം ഇങ്ങനെ ചിലതെല്ലാം ഉണ്ടാകുന്നു. ആദ്യം സംഭവം നേരാണോ എന്ന് അളിയൻ അന്വേഷിക്കണം. നേരാണെങ്കിൽ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ചേട്ടാ, ഈ ലക്കം സ്പോർട്സ് ഹെറാൾഡിൽ ചേട്ടന്റെ ഫോട്ടോ ഉണ്ട്. എന്താടാ, എന്തുണ്ടായിന്ന്? അമ്മ ഇവളെ കോളേജിലേക്ക് പഠിക്കാനോ അത് പ്രേമിക്കാനോ? നീ കാര്യം എന്താണെന്ന് പറ. ഇവൾ ശ്യാമെന്നൊരുത്തനുമായി പ്രേമമാണെന്ന് കോളേജിൽ പാട്ടായിരിക്കുന്നു. നേരാണോടി? ശ്യാമിനെ നീ അറിയോ? അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. കോളേജിലെ വിവരം കിട്ട പിള്ളേർ വല്ലതും പറയുന്നെന്ന് വെച്ച് നീ എന്തിനാ ഇവളെ വഴക്ക് പറയുന്നത്? വഴക്ക് പറയല്ലാതെ പിന്നെ ഞാൻ അഭിനന്ദിക്കണം? അഭിനന്ദിക്കേണ്ട കാര്യമാണെങ്കിൽ വേണം. മോളെ, ശ്യാമിനെ നിനക്ക് ഇഷ്ടമാണല്ലേ? നിനക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അതാദ്യം അറിയേണ്ടത് നിന്റെ ചേട്ടനാണ്. സ്നേഹിക്കുന്നത് തെറ്റല്ല മോളെ, അത് മറച്ചു വെക്കുന്നതാ തെറ്റ്. പറ, ചേട്ടൻ പറഞ്ഞത് ശരിയാണോ? അതെ. ശ്യാമിന് നിന്നെ ഇഷ്ടമാണല്ലേ? ശ്യാമിനോട് എനിക്കൊന്ന് സംസാരിക്കണം. നിനക്ക് അവന്റെ ഫോൺ നമ്പർ അറിയാമോ? അവൾക്ക് പിന്നെ അറിയാതിരിക്കുമോ? പറഞ്ഞു കൊടുക്കണി. 7677. ഹലോ, മിസ്റ്റർ ശ്യാമാണോ? യെസ്, ശ്യാം ഹിയർ. ഞാൻ സ്വപ്നയുടെ അമ്മയാണ്. അമ്മയോ? ശ്യാമിനെ കുറിച്ച് സ്വപ്ന പറഞ്ഞു. എനിക്ക് കുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ ഫ്രീ ആണോ? അതെ അതെ, ഫ്രീ ആണ്. എങ്കിൽ ഇവിടെ വരെ ഒന്ന് വരും. ആ, ശ്യാം ഇപ്പൊ വരും. മര്യാദയ്ക്ക് പെരുമാറണം. ഞാൻ എന്റെ പേര് ശ്യാം. അറിയാം. വരൂ. സ്വപ്നയുടെ അമ്മയാണ് ഞാൻ. അറിയാം. എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? സ്വപ്നയുടെയും സുരേഷിന്റെയും കൂടെ അമ്മ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അമ്മയ്ക്ക് മനസ്സിലായോ? നിന്നെ കുറിച്ച് എല്ലാം അമ്മയ്ക്കറിയാം. ആട്ടെ, എന്നെ പല കുറി കണ്ടിട്ടും നീ എന്താ എന്നോട് സംസാരിക്കാതിരുന്നേ? അത് എന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ആകാമെന്ന് കരുതി. അതെന്താ? സ്വപ്നയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓഹോ, ശ്യാമിന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരാണല്ലേ? അതെ, ഞാനും അവിടെയായിരുന്നു. ഞാൻ നാട്ടിൽ പഠിക്കുന്നതാണ് ഡാഡിക്ക് ഇഷ്ടം. എനിക്കും അതാണ് ഇഷ്ടം. അതാണ് ഞാൻ മാത്രം ഇവിടെ. പഠിക്കാൻ വന്നിട്ട്
അത് പൂർത്തിയാക്കാതെ ശ്യാം പ്രേമിക്കാൻ നടക്കുന്നത് ശരിയാണോ? മമ്മി, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എനിക്ക് സ്വപ്നയെ വേണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഐ വാണ്ട് ഹെർ. ഐ ലവ് ഹെർ. പ്ലീസ്. സുരേഷ്, എന്താ അമ്മേ? മിസ്റ്റർ ശ്യാം നമ്മുടെ സ്വപ്നയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അഭിപ്രായം എന്താ? അമ്മയ്ക്ക് ശ്യാമിനെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എത്ര ശ്രമിച്ചാലും എന്റെ അനുജത്തിയുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ ഞാൻ വരട്ടെ. മോനിരിക്കെ, അമ്മ കാപ്പി കൊണ്ടുവരാം. എന്താടാ ചന്ദനക്കുറിയും തൊട്ട് ഭക്തവേഷവും ചമഞ്ഞ് നീ എന്റെ അമ്മയെ ചാക്കിലാക്കിയല്ലേ? അതെ അളിയ. എന്താ വിളിച്ച? അളിയൻ. അമ്മേ. ഏതായാലും കാര്യങ്ങളെല്ലാം ഇത്ര അനുകൂലമായി തിരിയുമെന്ന് ഞാൻ കരുതിയില്ല. നാം സ്നേഹിച്ചതല്ലേ ഉള്ളൂ, മറ്റു തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ഹായ് സുരേഷ്. അടുക്കുന്നതെല്ലാം കൊള്ളാം, ഇങ്ങനെ നടക്കുന്നതും കൊള്ളാം. പക്ഷേ ഇടയിൽ ഇത്രയും സ്ഥലം വിട്ടേക്കണം. കല്യാണം കഴിയുന്നവരെ എന്റെ മോട്ടോർ ബൈക്കിന് കടന്നു പോകാൻ. കേട്ടോടി? കേട്ടു. ആ, വ്യാഴാഴ്ച രാത്രി മറക്കരുത്. എന്താ? എന്റെ ബർത്ത്ഡേ. ഓ, അഥവാ മറന്നാലും ഓർമ്മപ്പെടുത്താൻ തന്റെ ഏജന്റ് ഉണ്ടല്ലോ വീട്ടിൽ. പോകാനല്ല. എടാ, നിനക്ക് സ്വപ്നെ പൊക്കല്ലേ വേണ്ടു. വാ പോകാം, അതിന് ഇനി സമയമുണ്ട്.